വൈഷ്ണയെ പുറത്താക്കാൻ ഒത്തുകളി. ഒടുവിൽ CPM-ന് തിരിച്ചടി. ഗൂഢാലോചന ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിലെന്ന് കെ മുരളീധരൻ. വൈഷ്ണ സുരേഷിന്റെ വോട്ട് വെട്ടാൻ ആസൂത്രിത ശ്രമം നടന്നതായി ആരോപണമുയർന്നു. അന്തിമ വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരുന്നെങ്കിലും CPM പ്രവർത്തകൻ ധനേഷിന്റെ പരാതിയിൽ പിന്നീടാണ് വൈഷ്ണയുടെ പേര് ഒഴിവാക്കുന്നത്. ഹൈക്കോടതി വൈഷ്ണയ്ക്ക് അനുകൂലമായി നിർദ്ദേശം നൽകിയതിന് പിന്നാലെ കോടതിയുടെ അനുകൂല പരാമർശം വന്നതോടെ വൈഷ്ണ പ്രചരണം പുനരാരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പേരൊഴിവാക്കിയതറിഞ്ഞ കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് സെല്ലിൽ ശനിയാഴ്ച വൈഷ്ണയും നേതാക്കളും പരാതി നൽകാൻ ചെന്നെങ്കിലും ഉദ്യോഗസ്ഥർ സ്വീകരിച്ചിരുന്നില്ല. പരാതി വാങ്ങാതെ ഒത്തുകളിക്കുകയായിരുന്നു. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന തീയതി വരെ പരാതി സ്വീകരിക്കാതെ നീട്ടിക്കൊണ്ടുപോവുകയായിരുന്നു തന്ത്രം. തുടർന്ന് സ്പീഡ് പോസ്റ്റിലൂടെയാണ് രേഖകൾ അയച്ചു നൽകിയത്. ഇതിലും നടപടി ഉണ്ടായില്ല. തിങ്കളാഴ്ച കലക്ടറേറ്റിലും സമാന അനുഭവമുണ്ടായതായി വൈഷ്ണയ്ക്കൊപ്പം കളക്ടർക്ക് പരാതി നൽകാനെത്തിയ കോൺഗ്രസ് നേതാവ് JS അഖിൽ പറയുന്നു. കളക്ടറെ കാണാൻ 1.5 മണിക്കൂറോളം അവർ കാത്തിരുന്നു. കളക്ടർ ഒരു യോഗത്തിലായിരുന്നു. തുടർന്ന് കോൺഗ്രസ് പ്രതിഷേധത്തിലേക്ക് കടക്കാൻ തീരുമാനിച്ചതോടെ ADM പരാതി വാങ്ങുകയായിരുന്നു.